ചീനിയുടെ വിത്തുകൾ മേടിച്ച് പാകി മുളപ്പിച്ച് പൂക്കളായ വീഡിയോ ആണിത്. ഹൈ, ഗുഡ് മോർണിംഗ്. ഇത്തരം മനോഹരങ്ങളായ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിനേറെ സന്തോഷമാണ്. അതിലേറെ സന്തോഷമാണ് അതിനിണങ്ങിയ ഒരു വാർത്ത കൂടെ ആയാലോ. അതെ, അത്തരം ഒരു വാർത്തയുടെ വിഷ്വലാണ് ഈ കാണുന്നത്. നമ്മളൊരു സീനിയയുടെ വീഡിയോ ചെയ്തു, വിത്ത് വാങ്ങി പാകി മുളപ്പിച്ചത് ഈ കണ്ടീഷൻ വരെ എത്തിയിട്ടുണ്ട്. അതും അടുത്തൊന്നുമല്ല, കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു മാം വാങ്ങിയതാണ്. മാത്രമല്ല, നമുക്ക് ഇത്തരം ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം വാർത്തകൾ ചേർത്ത് നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്ന ഫാമിലി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഗ്രീൻ ഹെവൻ എന്തിന് ടെൻഷൻ അടിക്കണം, എന്തിന് സങ്കടപ്പെടണം, അല്ലേ? ഹായ്, എൻ്റെ പേര് ആൻസി. വീട് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയാണ്. നമ്മുടെ ഗ്രീൻ ഹെവൻ ഷെനിലിൻ്റെ വീഡിയോ കണ്ട് അതിൽ നിന്ന് സീനിയയുടെ വിത്തുകൾ മേടിച്ച് പാകി മുളപ്പിച്ച് പൂക്കളായ വീഡിയോ ആണിത്. എനിക്ക് 2 മക്കളാണ്. ഹസ്ബൻഡിൻ്റെ പേര് ചെറിയാൻ, മക്കളുടെ പേര് അമലും ഏഞ്ചലും. ഒരാൾ നേഴ്സിംഗ് കഴിഞ്ഞു, ഒരാൾ 10th പഠിക്കുന്നു. പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരുപാട് സീഡുകൾ മേടിച്ചിട്ടുണ്ട്, ഒരുപാട് ചെടികളുടെ. പക്ഷേ കുറേയൊക്കെ കിളിക്കും, കുറേയൊക്കെ പോകും. പക്ഷെ ഇത്രയ്ക്കും കെയർ ചെയ്ത് ഇത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി ഞാൻ ഒരു ചെടിയെ നോക്കിയിട്ടില്ല എന്ന്. കാരണം റോസയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് പൈസ. പെറ്റൂണിയ, റോസ ഇതൊക്കെ മേടിച്ചു. പക്ഷെ ഇത്രയും ശ്രദ്ധയോടുകൂടി ഒരു ചെടി ഞാൻ മേടിച്ചിട്ടില്ല. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കടപ്പാടും ഉള്ളത് ഷെനിലിനോടാണ്. ഷെനിൽ ആ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സീഡ് നമ്മൾ മേടിക്കാൻ പാകത്തുമില്ല, ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ആ സീഡ് സെയിൽ ചെയ്ത ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് ഡൗട്ട് ചോദിച്ചാലും പുള്ളി പറഞ്ഞു തരുമായിരുന്നു. ഓരോ പ്രാവശ്യം പോട്ട് മാറ്റി വെക്കുന്നു, വളം എന്ത് കൊടുക്കണം, എൻ്റെ ഓരോ ഡൗട്ടിനും പുള്ളി എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹം. ആ വീഡിയോയിൽ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, നമ്മളൊക്കെ പാകിയാൽ ഇങ്ങനെ പൂവുണ്ടാകുമെന്ന്. പക്ഷേ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതാണ്, ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.